അവസാനമായി നിങ്ങൾ എപ്പോഴാണ് ശരിക്കും ഒന്ന് ശ്വസിച്ചത്? നമ്മൾ ദിവസവും പതിനായിരക്കണക്കിന് തവണ ശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മരിക്കാൻ ഭയപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തോട് അള്ളിപ്പിടിക്കുകയാണ്. ഈ പിശുക്കാണ് നമ്മുടെ സ്ട്രെസ്, ദഹനക്കേട്, അമിതമായ ഉത്കണ്ഠ എന്നിവയുടെയെല്ലാം യഥാർത്ഥ കാരണം. എന്നാൽ തന്ത്ര എന്ന ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നത് ജീവിതമാണെങ്കിൽ അത് പുറത്തേക്ക് വിടുന്നത് മരണമാണെന്നാണ്. എന്നാൽ നമ്മൾ എപ്പോഴാണോ പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാൻ പഠിക്കുന്നത്, ആ നിമിഷം നമ്മളൊരു ചെറിയ മരണത്തെ രുചിച്ചറിയുകയാണ്. ആ നിമിഷത്തിലെ ആ ശൂന്യതയിലാണ് നമുക്കുള്ളിലെ മൗനത്തിൻ്റെ വാതിലിരിക്കുന്നത്. ഇതൊരു തത്വശാസ്ത്രമല്ല, ഇതൊരു സാങ്കേതിക വിദ്യയാണ്. കേവലം ശ്വസനത്തിൻ്റെ താളം മാറ്റിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കാം, എങ്ങനെ സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മാറാം. പ്രിയമുള്ളവരെ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിത തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുപോകുന്ന ഒന്ന് നമ്മുടെ ശ്വാസമാണ്. അത് വെറുമൊരു ശ്വാസകോശ പ്രവർത്തനത്തിനുമപ്പുറം നമ്മെ ഈ പ്രപഞ്ചത്തോട് ബന്ധിപ്പിക്കുന്ന ഒരു മഹാശക്തിയാണ്. ആഴത്തിലുള്ള മൗനത്തിലേക്കും ബോധത്തിലേക്കും നമ്മെ നയിക്കുന്ന ഈ ഏറ്റവും ലളിതമായ എന്നാൽ അത്യന്തം ഗഹനമായ ഒരു വിദ്യയാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. ശ്വാസത്തിൻ്റെ ആ ചെറിയ ശൂന്യതയിൽ നമ്മൾ സ്വയം കണ്ടെത്തുമ്പോൾ ജീവിതത്തിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അവിടെ അലിഞ്ഞു തീരും. ശ്വാസത്തിലൂടെ ആ ദിവ്യമായ ബോധത്തിലേക്കൊന്ന് നമുക്ക് ഒരുമിച്ച് കണ്ണോടിക്കാം. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന തന്ത്ര ഒരു തത്വശാസ്ത്രമല്ല, മറിച്ച് അതൊരു ശാസ്ത്രമാണ്. എന്നാൽ ഇവിടെ തന്ത്രയും ശാസ്ത്രവും തമ്മിൽ ഒരു മൗലികമായ വ്യത്യാസമുണ്ട്. ആധുനിക ശാസ്ത്രം എന്നത് വസ്തുനിഷ്ഠമാണ്. അത് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലുള്ള ഭൗതിക ലോകത്തെ, പുറമേയുള്ള പ്രപഞ്ചത്തെ അളക്കാനും നിർവചിക്കുവാനും ശ്രമിക്കുകയാണ്. എന്നാൽ തന്ത്ര എന്നത് ആത്മനിഷ്ഠമായ ഒരു ശാസ്ത്രമാണ്. അത് നമ്മുടെ കണ്ണുകൾക്ക് പുറകിലുള്ള യാഥാർത്ഥ്യത്തെയും നമ്മുടെ ബോധത്തെയും അനുഭൂതികളെയും പരീക്ഷിക്കുകയും അറിയുകയും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തത്വശാസ്ത്രം എപ്പോഴും ആകാശത്തേക്ക് നോക്കി ആത്യന്തികമായ സത്യത്തെക്കുറിച്ച് അലസമായി ചിന്തിക്കുമ്പോൾ, ശാസ്ത്രം മണ്ണിലേക്ക് നോക്കി തൊട്ടടുത്തുള്ളതിനെ കണ്ടെത്താൻ ശ്രമിക്കും. തത്വശാസ്ത്രം ആകാശത്തേക്ക് നോക്കുന്നു എന്ന് പറയുന്നത്, നമുക്കറിയാം ആകാശം എന്നത് വളരെ ദൂരെയുള്ള, നമുക്ക് തൊടാൻ കഴിയാത്ത ഒന്നാണെന്ന്. തത്വശാസ്ത്രം എപ്പോഴും ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, മരണത്തിന് ശേഷം എന്താണ്, ദൈവം എവിടെ എന്നിങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് കേൾക്കാൻ നല്ലതാണ്, ചിന്തിക്കാൻ സുഖവുമാണ്. എന്നാൽ ഇതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക്, ഉദാഹരണത്തിന് ദേഷ്യം, സ്ട്രെസ്, ഭയം എന്നിവയ്ക്ക് വലിയ പരിഹാരമൊന്നും നൽകുന്നില്ല. അതാണ് അലസമായ ചിന്ത എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ശാസ്ത്രം മണ്ണിലേക്ക് നോക്കുന്നു എന്നത്, മണ്ണ് നമ്മുടെ കാലിനടിയിലുള്ളതാണ്, നമുക്ക് തൊടാൻ കഴിയുന്നതാണ്. ശാസ്ത്രം പറയുന്നത് വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം നമുക്ക് മുന്നിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണൂ എന്നാണ്. ഉദാഹരണത്തിന് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ
എന്താണ് ജീവിതമെന്ന് ചിന്തിച്ചിരിക്കാതെ ആ സ്ട്രെസ് മാറ്റാൻ ഒരു ശ്വസനവിദ്യ ഉപയോഗിക്കുക എന്നത്. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇതിനെ നോക്കിയാൽ, ഒരാൾ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഊർജരൂപമാണ്, അത് പരമാത്മാവിൻ്റെ ഒരംശമാണെന്നെല്ലാം തത്വശാസ്ത്രം ചിന്തിച്ചിരിക്കും. അതേസമയം ശാസ്ത്രം അഥവാ തന്ത്ര എന്നത് വിശക്കുന്നവൻ നേരെ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിച്ച് വിശപ്പടക്കുന്നത് പോലെയാണ്. തന്ത്ര ഈ ശാസ്ത്രീയമായ സമീപനത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷ്യം ആന്തരികമായ പരിവർത്തനമാണ്. അത് നേരിട്ടുള്ള അനുഭവങ്ങളിലാണ് തന്ത്ര വിശ്വസിക്കുന്നത്. നോക്കൂ, ചിന്തയിലൂടെ യാതൊരു പരിവർത്തനവും നമുക്ക് സാധ്യമല്ല. ചിന്തകളെന്നത് ചപ്പുചവറുകൾ ശേഖരിക്കുന്നത് പോലെയാണ്. അത് നമ്മെ ഒരിടത്തും എത്തിക്കില്ല. നമ്മൾ തന്ത്രയെ എന്തുകൊണ്ടൊരു ശാസ്ത്രമായി കാണണമെന്ന് വെച്ചാൽ, ശാസ്ത്രം എങ്ങനെയാണോ പ്രായോഗികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്ത്ര നമ്മെ നമുക്കുള്ളിലെ മൗനത്തിൻ്റെ വാതിലിലേക്ക് കൈപിടിച്ചു നടത്തുകയാണ്. ഒന്നും ചിന്തിക്കാതെ അനുഭവിച്ചറിയുവാനാണ് തന്ത്ര പറയുന്നത്. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ശേഖരിച്ചു വെച്ച എല്ലാ തത്വങ്ങളും അറിവുകളും വെറും ഊർജത്തിൻ്റെ പാഴാക്കലുകൾ മാത്രമാണ്. തന്ത്ര നമ്മോട് പറയുന്നത് ഏറ്റവും അകലെയുള്ള സത്യം നമ്മുടെ തൊട്ടടുത്തുള്ളവയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. ഏറ്റവും ലളിതമായതിനെ ഒരു വാതിലായി ഉപയോഗിച്ചാൽ ആത്യന്തികമായത് തനിയെ സംഭവിക്കും. അത് നമ്മുടെ ശ്വാസമാവാം. ഈ തത്വചിന്ത എന്നത് ഒരു പുക പോലെയാണ്. അത് മനോഹരമായ നല്ല ചിന്തകൾ നമുക്ക് നൽകും, എന്നാൽ നമ്മെ അത് എവിടെയും കൊണ്ടെത്തിക്കില്ല. നേരെ മറിച്ച് തന്ത്ര ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ്. അത് പരീക്ഷണങ്ങളിലൂടെ അനുഭൂതികളിലൂടെ സത്യത്തെ കണ്ടെത്തും. ഈ ഒരു തിരിച്ചറിവോടെ വേണം നമ്മൾ വിദ്യകളെ സമീപിക്കാൻ. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തെ അടിമുടി മാറ്റാൻ കെൽപ്പുള്ള സാങ്കേതിക വിദ്യകളാണ്. നമ്മൾ മനസ്സിലാക്കിയത് തന്ത്ര ശാസ്ത്രമാണെന്നാണ്. ആ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മൗലികമായ ഉപകരണം എന്നത് നമ്മുടെ ശ്വാസമാണ്. എന്തുകൊണ്ടായിരിക്കും തന്ത്രയും യോഗയും ഭാരതീയമായ എല്ലാ ഉന്നത സമ്പ്രദായങ്ങളും ശ്വാസത്തെ ഇത്രയധികം പ്രാധാന്യത്തോടെ കാണുന്നത്? അതിൻ്റെ കാരണം ശ്വാസം എന്നത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അതിർത്തി ആയതുകൊണ്ടാണ്. ഈ ലോകത്തിൽ നമ്മൾ ഒരുപക്ഷെ തിരിച്ചറിയാതെ പോയ ഏറ്റവും വലിയ യാഥാർത്ഥ്യവും ഇതായിരിക്കും. ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അത് ജീവിതമാണ്, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അത് മരണവുമാണ്. നമ്മളൊക്കെ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം എന്നത് നമ്മിലെ പിരിമുറുക്കത്തിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം എന്നത് ഒരു നിരന്തരമായ പരിശ്രമവും പിരിമുറുക്കവുമാണ്, അല്ലേ? ഉറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ വിശ്രാന്തി അനുഭവപ്പെടുന്നുള്ളൂ. അതിൻ്റെ കാരണം ഉറക്കമെന്നത് താൽക്കാലികമായ മരണമായതുകൊണ്ടാണ്. തന്ത്രയിലെ വിദ്യകൾ വഴി നമ്മൾ ഈ മരണത്തിൻ്റെ അവസ്ഥയെ, അതായത് പൂർണ്ണ വിശ്രാന്തിയെ ജീവിതത്തിനിടയിൽ തന്നെ അനുഭവിക്കാൻ പഠിക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ പൂർണ്ണ വിശ്രാന്തിയിലാകുന്നത്, അപ്പോൾ നമ്മൾ ബാഹ്യമായി ജീവിച്ചിരിക്കും, എന്നാൽ ആന്തരികമായി നമ്മൾ മരിച്ചവനുമായിരിക്കും. ഒരു ബുദ്ധൻ്റെ മുഖത്ത് നമുക്ക് ഒരേ സമയം ജീവിതത്തിൻ്റെ തുടുപ്പും മരണത്തിൻ്റെ ശാന്തതയും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെയാണ് സാക്ഷിഭാവം പ്രസക്തമാകുന്നത്. സാക്ഷിഭാവത്തിലൂടെ നമ്മൾ ജീവിതത്തെയും മരണത്തെയും ഒരേ സമയം സാക്ഷ്യം വഹിക്കാൻ പഠിക്കുകയാണ്. ഒരു ചെറിയ പരിശീലനത്തിലൂടെ നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അതിനെ ജീവിതം എന്ന് കരുതണം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അത് മരണമാണെന്ന് തിരിച്ചറിയണം. നമ്മളിതിനെ ഇങ്ങനെ ഒരു നിരീക്ഷകനായി നോക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ മാറ്റം നമുക്കുള്ളിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കും ശ്വാസത്തിനുമിടയിൽ ഒരു അകലമുണ്ടാകും.
ഈ ചെറിയ അകൽച്ച, ഈ സാക്ഷിഭാവം തന്നെയാണ് നമ്മെ നമുക്കുള്ളിലെ ശാന്തതയിലേക്ക് നയിക്കുന്ന ആ വലിയ വാതിൽ. ഈ ബോധം നമ്മിൽ ഉറച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ എത്ര വലിയ പിരിമുറുക്കവും ഒരു ചെറിയ കാറ്റുവീശൽ പോലെ നമ്മെ കടന്നു പോകും. നമ്മൾ നിരീക്ഷകനാകുമ്പോൾ ജീവിതം ഒരു നാടകമായി മാറും. ആ നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്നതിന് പകരം ആസ്വദിക്കുകയാണ് ചെയ്യുക. അവിടെ ഭയത്തിനും പരാജയത്തിനുമപ്പുറം പൂർണ്ണമായ ശാന്തത മാത്രമാണുള്ളത്. ശാസ്ത്രം യന്ത്രങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പോലെ തന്ത്രയിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലളിതമായ ഒരു ശ്വാസോച്ഛ്വാസത്തെ ഒരു സാങ്കേതിക വിദ്യയാക്കി ഉപയോഗിക്കുകയാണ് നമ്മളിവിടെ. ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് ജീവിതവും പുറത്തേക്ക് വിടുന്നത് മരണവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ശ്വാസത്തെ ഉള്ളിലേക്ക് മാത്രം വലിച്ചെടുക്കുകയും അകത്തേക്കെടുത്ത ശ്വാസത്തെ പുറത്തേക്ക് പൂർണ്ണമായി കളയാൻ നമ്മൾ മടിക്കുകയാണ്. ഇതാണ് നമ്മുടെ എല്ലാ ഉത്കണ്ഠകളുടെയും ദഹനക്കേടിൻ്റെയും മാനസികമായ പിശുക്കിൻ്റെയും മൂലകാരണം. 45ാമത്തെ വിദ്യ നമ്മോട് പറയുന്നത് ആഹ് എന്നവസാനിക്കുന്ന ഒരു വാക്കുച്ചരിക്കുവാനാണ്. എന്തുകൊണ്ടാണ് ആഹ് എന്ന ശബ്ദം? നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ അത്യന്തം സന്തോഷത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കഠിനമായ ക്ഷീണത്തിൽ നിന്നൊരു ദീർഘശ്വാസം വിടുമ്പോഴോ അറിയാതെ പുറത്തു വരുന്ന ശബ്ദമാണത്. ഈ ആഹ് എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലുള്ള മുഴുവൻ വായുവും പുറത്തേക്ക് തള്ളപ്പെടും. ഉള്ളിലൊന്നും ബാക്കിയാവില്ല. ആ നിമിഷത്തിൽ നമ്മൾ പൂർണ്ണമായും ഒഴിഞ്ഞവനാകും. ഇതിനായി നമുക്ക് ആഹ് എന്ന് അവസാനിക്കുന്ന ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. മുഹമ്മദിയർ ഉപയോഗിക്കുന്ന അള്ളാഹു എന്ന വാക്ക് ആഹ് എന്ന് അവസാനിക്കുന്നുണ്ട്. മറ്റു വാക്കുകൾ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആഹ് എന്ന് മാത്രം ഉച്ചരിച്ചാലും മതി. ഈ ശബ്ദം ഉച്ചരിക്കുമ്പോൾ നമ്മൾ ബോധപൂർവം നമ്മുടെ ശ്വാസത്തെ പുറന്തള്ളുകയാണ്. ഉള്ളിൽ ശൂന്യത സൃഷ്ടിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നമ്മുടെ ശ്വാസകോശത്തിലെ അറകളിൽ ഭൂരിഭാഗവും വായു നിറഞ്ഞ് വിഷമയമായി കിടക്കുകയാണ്. അവ പുറന്തള്ളപ്പെടേണ്ടതാണെന്ന്. നമ്മൾ ഈ ആഹ് എന്ന് ശബ്ദിക്കുമ്പോൾ ശരീരവും മനസ്സും മൊത്തമായി ശുദ്ധീകരിക്കപ്പെടും. ഇതൊരു ചെറിയ പ്രയോഗത്തിലൂടെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു ശ്വാസമെടുക്കുക. ഇപ്പോൾ പതുക്കെ ആഴത്തിൽ ആഹ് എന്ന് ശബ്ദിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടണം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്വാസം പുറത്തേക്ക് കളയണം. നമുക്കുള്ളിൽ ഇപ്പോൾ വായു ഒന്നുമില്ലാത്ത ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ? ആ നിമിഷത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുൻപുള്ള ആ ഒരു ചെറിയ ഇടവേളയുണ്ടല്ലോ, അതാണ് മൗനത്തിൻ്റെ വാതിൽ. അവിടെ നമ്മൾ മരണത്തെ തൊടുകയാണ്. ആ നിമിഷത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞു. അവിടെ യാതൊരു ഉത്കണ്ഠയുമില്ല, യാതൊരു പരാതിയുമില്ല. നമ്മൾ വെറും ശൂന്യത മാത്രമാണ്. ഓർക്കുക, ശ്വാസത്തെ പുറത്തേക്ക് കളയുമ്പോൾ നമ്മൾ ജീവിതത്തോട് അള്ളിപ്പിടിക്കുവാനുള്ള നമ്മുടെ പ്രവണതയെ ഉപേക്ഷിക്കുകയാണ്. അതുപോലെ ദഹനക്കേടോ നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടുമ്പോൾ ഈ വിദ്യ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഓർക്കുക, അകത്തേക്ക് ശ്വാസം എടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. ശരീരം അത് സ്വയം ചെയ്തുകൊള്ളും. നമ്മൾ ചെയ്യേണ്ടത് ആഹ് എന്ന ശബ്ദത്തോടെ ശ്വാസത്തെ പുറത്തേക്ക് കളയുക എന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ ശരീരം നോക്കിക്കൊള്ളും. നമ്മുടെ ശരീരം നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ബുദ്ധിശക്തിയാണ്. അതിനെ തടസ്സപ്പെടുത്തരുത്. ഈ ആഹ് എന്നത് ഒരു മന്ത്രമല്ല, അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്.
കൂടുതൽ കൂടുതൽ ആഴത്തിൽ നമ്മൾ ഈ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ നമുക്കുള്ളിലെ മാലിന്യങ്ങളെ മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളെയും പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠമെന്നത് വിട്ടുകളയുക എന്നതാണ്. അപ്പോൾ മാത്രമേ പുതിയ പ്രാണൻ, പുതിയ ജീവിതം നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. ഓർക്കുക, ശൂന്യമാകുന്നവന് മാത്രമേ പൂർണ്ണമായി നിറയാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ സ്പർശിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഭയമായ മരണത്തെയാണ്. പ്രിയമുള്ളവരെ, ബുദ്ധൻ്റെ പിതാവായ ശുദ്ധോധനൻ തൻ്റെ മകൻ സന്യാസിയാകുമെന്ന് ഭയന്ന് അദ്ദേഹത്തെ എല്ലാവിധ മരണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിച്ചു. വാടിയ പൂവ് കാണരുത്, ഉണങ്ങിയ ഇല കാണരുത്, വൃദ്ധരെ കാണരുത്, ചുരുക്കത്തിൽ മരണമെന്ന ഒന്നുണ്ടെന്ന് ആ കുട്ടി അറിയരുതെന്ന് ആ പിതാവ് ആഗ്രഹിച്ചു. എന്നാൽ ആ പിതാവ് ചെയ്തത് വലിയൊരു അബദ്ധമായിരുന്നു. കാരണം മരണത്തെക്കുറിച്ച് ബോധവാനല്ലാത്തവൻ ഒരിക്കലും യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ മരിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കും? അത് നമ്മൾ ജീവിതത്തെ അമിതമായ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ജീവിതത്തോട് നമ്മൾ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് മരണത്തെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം ഒരു അതിഥിയായി സ്വീകരിക്കുകയാണ് വേണ്ടത്. തന്ത്രയുടെ ദൃഷ്ടിയിൽ മരണമെന്നതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാൻ പ്രകൃതി ഉപയോഗിക്കുന്ന ആയുധമാണ് മരണം. അതുപോലെ തന്നെയാണ് ഓരോ ശ്വാസവും. ഓരോ തവണ നമ്മൾ ആഹ് എന്ന് ശബ്ദിക്കുമ്പോൾ നമ്മൾ ആ ചെറിയ മരണത്തെ സ്വാഗതം ചെയ്യുകയാണ്. ശരി, നമുക്കിനി ഒരു പരിശീലനത്തെ കൂടി മനസ്സിലാക്കാം. അത് ശ്വാസം പുറത്തേക്ക് വിടുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ശ്വസന രീതിയാണ്. ശാന്തമായി ഇരുന്നു കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാൻ മാത്രം ശ്രദ്ധിക്കണം. ശ്വാസം എത്രത്തോളം പുറത്തേക്ക് വിടാൻ കഴിയുന്നുവോ അത്രത്തോളം ആഴത്തിൽ പുറത്തു വിടണം. ഇവിടെ അകത്തേക്ക് ശ്വാസം എടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒട്ടും വ്യാകുലപ്പെടരുത്. ശരീരം അത് സ്വയം ചെയ്തുകൊള്ളും. ഈ പ്രക്രിയയിൽ ശ്വാസം പൂർണ്ണമായും പുറത്തു പോയി കഴിയുമ്പോൾ ആ ശൂന്യതയിൽ ഒരു നിമിഷം നിൽക്കണം. അവിടെയാണ് നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ആ നിമിഷത്തിൽ നമ്മൾ മരണപ്പെടും. അവിടെ ഭയമില്ല, കാരണം നമ്മൾ സ്വയം മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. നമ്മൾ എപ്പോഴാണോ മരിക്കാൻ തയ്യാറാവുന്നത് അപ്പോൾ മരണത്തിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് തന്ത്രയുടെ അത്ഭുതം. മരണത്തെ ഭയപ്പെടുന്നവനാണ് മരിക്കുന്നത്. മരണത്തെ അറിയുന്നവൻ അനശ്വരനായിത്തീരും. നമ്മൾ ഈ പരിശീലനം തുടരുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലെ ഭയത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു മൃഗത്തിനൊരിക്കലും സന്യാസിയാകാൻ കഴിയില്ല. കാരണം മൃഗത്തിന് മരണത്തെക്കുറിച്ച് ബോധമില്ല. എന്നാൽ ഒരു മനുഷ്യൻ മരണത്തെക്കുറിച്ച് ബോധവാനാണെങ്കിൽ അവൻ വെറും മൃഗമല്ല, അവൻ ദൈവത്വത്തിൻ്റെ പാതയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ മരിക്കാൻ തയ്യാറായാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂ എന്നതാണ്. ഈ ശ്വാസത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഭയത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. നമ്മൾ ഭയരഹിതനാകുന്ന ആ നിമിഷം, ആ വലിയ മൗനം നമുക്കുള്ളിൽ നിറയുന്നത് നമുക്ക് അനുഭവപ്പെടും. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വിദ്യയെ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നതിലേക്കാണ്. പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ധ്യാനമുറിയിൽ ഇരിക്കുമ്പോൾ നടക്കും, പക്ഷെ ഓഫീസിലെ തിരക്കിലും ബസ്സിലെ ബഹളത്തിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഇതെങ്ങനെ പ്രായോഗികമാക്കുമെന്ന്. ഓർക്കുക, തന്ത്ര എന്നത് നമ്മൾ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കാനുള്ള ഒന്നല്ല, മറിച്ച് ഈ ലോകത്തിലിരുന്ന് തന്നെ നമുക്കെങ്ങനെ പ്രബുദ്ധനാകാം എന്നതിലേക്കുള്ള വഴിയാണ്. ജീവിതം എന്നത് തിരമാലകളാണ്. അതെപ്പോഴും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തിരമാലകളുമായി മാത്രം താതാത്മ്യം പ്രാപിക്കുകയാണെങ്കിൽ തിരമാല താഴുമ്പോൾ കൂടെ നമ്മളും തകരും. എന്നാൽ നമ്മൾ സമുദ്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ തിരമാലകൾ വരുന്നതും പോകുന്നതും നമ്മൾ വെറും സാക്ഷിയായി നോക്കി നിൽക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വിദ്യ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം നമുക്ക്.
നമ്മളൊരു കോണി കയറിക്കൊണ്ടിരിക്കുമ്പോൾ കിതയ്ക്കുകയോ ശ്വാസം മുട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിൽ ആ നിമിഷം അല്പം മാറി നിന്ന് ശ്വാസം പുറത്തേക്ക് വിടാൻ മാത്രം ശ്രദ്ധിക്കണം. ശ്വാസം പുറത്തേക്ക് തള്ളുവാൻ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ കിതപ്പ് മാറുകയും നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലനാകുകയും ചെയ്യും. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളെ വിട്ടുകളയുകയാണ്. ബസ്സിലോ ട്രെയിനിലോ ഇരിക്കുമ്പോൾ വെറുതെ സമയം കളയുന്നതിന് പകരം ആഹ് എന്ന ശബ്ദം പതുക്കെ മനസ്സിൽ ഉച്ചരിക്കുക. അത് ക്രമേണ ലാഹ് എന്നും പിന്നീട് ഹു എന്നും ചുരുങ്ങി വരും. ഈ ശബ്ദം കേവലം ഒരു പദമല്ല, അതൊരു താളമാണ്. ഈ താളത്തിനൊപ്പം നമ്മുടെ ശ്വാസം ക്രമീകൃതമാകുമ്പോൾ ബാഹ്യമായ ലോകത്തിൻ്റെ ബഹളങ്ങൾ നമ്മെ ഒരിക്കലും ബാധിക്കില്ല. നമ്മളൊക്കെ സന്തോഷവാനായിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ദീർഘശ്വാസം വിടാറുണ്ട്, അല്ലേ? ആ സന്തോഷത്തിൻ്റെ രഹസ്യമിരിക്കുന്നത് ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിലല്ല, മറിച്ച് പുറത്തേക്ക് വിടുന്നതിലാണ്. സന്തോഷത്തിൻ്റെ ആ നിമിഷങ്ങളെ ഒരു വിദ്യയാക്കി മാറ്റാൻ പഠിക്കാം നമുക്ക്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ദഹനക്കേടാണോ? മലബന്ധമാണോ? അതോ മനസ്സിലെ അമിതമായ ഉത്കണ്ഠയാണോ? ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമെന്നത് ശ്വാസം ഉള്ളിലേക്ക് മാത്രം എടുക്കുവാനുള്ള നമ്മുടെ വാശിയാണ്. നമ്മൾ ജീവിതത്തിൽ എല്ലാത്തിനെയും പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. സത്യത്തിൽ ഒരു പിശുക്കൻ്റെ മനസ്സാണ് നമുക്കുള്ളത്. എന്നാൽ ശ്വാസം പുറത്തേക്ക് വിടാൻ ശീലിക്കുന്നതോടെ നമ്മുടെ കൈവശപ്പെടുത്തുവാനുള്ള വാസന താനെ കുറയും. ഏറ്റവും പ്രിയമുള്ളവരെ, തികച്ചും ലളിതമായ ഒരു ജീവിത രീതിയാണ് തന്ത്രം. ഒരു യന്ത്രം എങ്ങനെയാണോ കേടുകൂടാതെ പ്രവർത്തിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തെയും മനസ്സുകളെയും ഈ ശ്വാസത്തിൻ്റെ താളത്തിലൂടെ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ജീവിതത്തെ ഒരിക്കലും ഒരു പിടിച്ചുവെക്കലായി കാണുന്നത് നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് ശ്വാസത്തെയും അനുഭവങ്ങളെയും ഒഴുക്കുവിടാൻ പഠിക്കണം. അപ്പോൾ മാത്രമേ ആ സമുദ്രം എന്താണെന്ന് നമ്മൾ അറിയുകയുള്ളൂ. നമ്മൾ സമുദ്രമാണെന്ന് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തിരമാലയായി ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ഇതുവരെ പഠിച്ചതും പരിശീലിച്ചതുമായ സാങ്കേതിക വിദ്യകൾ വെറും അഭ്യാസങ്ങളല്ല, മറിച്ച് നമ്മുടെ ബോധത്തെ നിത്യമായി ഒന്നാക്കി മാറ്റുവാനുള്ള ഉപാധികളാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായ സമർപ്പണമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജീവിക്കുവാനും മരിക്കുവാനും ഭയക്കുകയാണ്. ബുദ്ധൻ പറഞ്ഞു, നിർവ്വാണം എന്നത് മരണത്തെ പോലെയാണെന്ന്. ബുദ്ധൻ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായി മരിക്കാൻ തയ്യാറായവന് മാത്രമേ പൂർണ്ണമായി ജീവിക്കാൻ കഴിയൂ എന്നാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ശ്വാസത്തെയും ആ ശ്വാസത്തിൻ്റെ പിന്നിലുള്ള ആത്മാവിനെയും വേർതിരിച്ചറിയുകയാണ്. ശ്വസനം ഒരു താന്ത്രിക പ്രക്രിയയായി തുടരും, എന്നാൽ നമ്മൾ അതിൽ നിന്ന് വേർപെട്ടൊരു സാക്ഷിയായി നിലനിൽക്കും. തിരമാലകൾ സമുദ്രത്തിൽ വന്നുകൊണ്ടേയിരിക്കും, പക്ഷേ സമുദ്രം ഒരിക്കലും തിരമാലയായി മാറുന്നില്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും, എന്നാൽ നമ്മുടെ ബോധം ആ സമുദ്രത്തെ പോലെ നിശ്ചലമായിരിക്കും. ഇനി നമുക്ക് ഒരു ധ്യാനത്തിലേക്ക് കടക്കാം. ഇതിൽ വാക്കുകളില്ല, ചിന്തകളുമില്ല, വെറും ശ്വാസത്തിൻ്റെ താളം മാത്രം. അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ പറയാം, ശ്രദ്ധയോടെ നിങ്ങളത് മനസ്സിലാക്കണം. കണ്ണുകൾ അടച്ച് നമ്മുടെ ശരീരം പൂർണ്ണമായി അയച്ചിടണം. നമ്മുടെ ശരീരത്തിലെ പിരിമുറുക്കങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാം നമുക്ക്. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും ആ പിരിമുറുക്കങ്ങൾ പുറത്തേക്ക് പോകുകയാണെന്ന് സങ്കല്പിക്കണം. ഈ സമയത്ത് ശ്വാസത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുകയുമരുത്. ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, അത് പുറത്തേക്ക് പോകുന്നു. നമ്മളിവിടെ ഒരു പ്രേക്ഷകൻ മാത്രമാണ്. നമ്മൾ ഒന്നിലും ഇടപെടുന്നില്ല. ശ്വാസം പുറത്തേക്ക് പോകുന്ന ആ നിമിഷത്തിൽ പൂർണ്ണമായ ശൂന്യതയെ അനുഭവിക്കാം നമുക്ക്. ആ നിമിഷത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിരിക്കും. ഭയപ്പെടാതെ ആ ശൂന്യതയിൽ അല്പനേരം നിൽക്കണം. അവിടെയാണ് സത്യമുള്ളത്. ശരീരം ശ്വാസമെടുക്കട്ടെ, നമ്മളത് ചെയ്യുന്നു എന്ന ബോധം പോലും നമുക്ക് വേണ്ട. ഈ പ്രകൃതി നമ്മിലൂടെ ശ്വസിക്കട്ടെ.
ഏകദേശം 1 മണിക്കൂർ നേരം ഇത് നമ്മൾ പരിശീലിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ അഖണ്ഡതയിലായിരിക്കുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. ഈ നിമിഷം മുതൽ നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് തോന്നും ലോകം പഴയതുപോലെയല്ല എന്ന്. കാരണം നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പഴയ കണ്ണുകൾ കൊണ്ടല്ല, മറിച്ച് ശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുണർന്ന ആ ദിവ്യ ബോധം കൊണ്ടാണ്. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണിത്. ഓർക്കുക, നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ ശ്വാസം കൂടെയുണ്ട്. ഓരോ ശ്വാസത്തിലും ആഹ് എന്ന് ശബ്ദിച്ചുകൊണ്ട് ജീവിതത്തോട് വിട്ടുവീഴ്ച ചെയ്യുവാനും അതിനെ സ്വീകരിക്കുവാനും പഠിക്കുക. നമ്മൾ മരിക്കാൻ തയ്യാറായാൽ മരണം തന്നെ നമ്മെ തൊടാൻ ഭയക്കും. കാരണം നമ്മൾ ആ മരണമില്ലാത്ത ആത്മാവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞവരാണ്. ഈ അഖണ്ഡബോധത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ തിരമാലയല്ല, നമ്മൾ സമുദ്രമാണ്. ആ സമുദ്രമായി തന്നെ എന്നും നിലനിൽക്കാം. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.